ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ സവാള വഴറ്റുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി അതേപോലെ തന്നെ വെളുത്തുള്ളി ഇത് രണ്ടും ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളകും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് എപ്പോഴും നമ്മൾ ചതച്ചെടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിനൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കറി തിളച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു പകുതി തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം പുളിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ആവശ്യത്തിന് പുളി കൂടുതൽ വേണ്ടാന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് പുളി ചേർത്താൽ മതി. അത് ഞാൻ ലാസ്റ്റ് പുളി ചേർക്കുമ്പോൾ അതിനനുസരിച്ച് പറയാം. അപ്പോൾ തക്കാളിയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള മസാലകളാണ് ചേർക്കേണ്ടുള്ളൂ. എരിവൊക്കെ കുറവുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതാ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പുളി വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പുളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നല്ല ലൂസായി പോകുന്ന രീതിയിലാവും വേണ്ട കേട്ടോ. 2 പാലും കൂടെ മിക്സ് ആക്കിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറിയുടെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച ഉടനെ തന്നെ നമ്മൾ മീനൊന്നും ഇടേണ്ട ആവശ്യമില്ല. ചെമ്മീന് അധികം വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം തിളച്ചതിന് ശേഷം അതിൽ തക്കാളിയും സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്ത് എന്ന് ഉറപ്പായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് കറിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഇത് നീളത്തിലുള്ള നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ അതാണ് ഞാനിതിലിട്ടത്. നമ്മൾ കോമാങ്ങ എന്നൊക്കെ പറയില്ലേ നീളമുള്ള. അപ്പോൾ അതാണ് ഞാൻ ഇട്ടത്. ഇത് അധികം ഉടഞ്ഞു പോവില്ല എന്നാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അതും ഒരു പകുതി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കറി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ ഉടഞ്ഞു പോവില്ല. പാകത്തിന് പുളിയുള്ള അധികം പുളിയില്ലാത്തൊരു മാങ്ങയാണ്. അപ്പോൾ ഞാൻ പുളി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങയിൽ അധികം പുളിയില്ലാത്തത് കൊണ്ടും ഈ മാങ്ങ ഒരു പ്രത്യേക മണം ടേസ്റ്റും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ മാങ്ങയും കൂടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിയുന്നതും ഇങ്ങനത്തെ മാങ്ങ യൂസ് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്ന് നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. താങ്ക്